അസ്സലാമു അലൈക്കും ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണോ? നമുക്ക് നല്ല സുഖം, അൽഹംദുലില്ലാ. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അടിപൊളി ഷുഗർ ഫ്രീ കേക്ക് ഉണ്ടാക്കുന്നുണ്ട് ഞാൻ. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ കേക്ക് ഉണ്ടാക്കുമ്പോൾ ഷുഗർ ആഡ് ചെയ്യുമല്ലോ. ഇത് ഷുഗർ ആഡ് ചെയ്യാതെ നമ്മൾ ഡയബറ്റിക് പേഷ്യൻറ്റിനായാലും പിന്നെ ഇപ്പോൾ ചെറുപ്പക്കാരും അങ്ങനെ പഞ്ചസാര യൂസ് ചെയ്യുന്നില്ലല്ലോ, അവർക്കെല്ലാം കഴിക്കാൻ പറ്റിയ നല്ല ഹെൽത്തി ആയ ഒരു കേക്കാണ്. അപ്പം നിങ്ങൾ ഇതുവരെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണം. അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം ഒന്ന് ഷെയർ ചെയ്യുകയും നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം. അതുപോലെ തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. ഇത് എൻ്റെ വീട്ടിലുള്ള ഒരു ചെടിയാണ് കണ്ട. നമ്മൾ നല്ല ഈ തണുപ്പിന് നിറച്ച് ഇതിലൊരു വെളുത്ത പൂക്കളുണ്ടാവും. തണുപ്പ് കഴിഞ്ഞ് ചൂട് വരുമ്പോൾ ഈ പൂവെല്ലാം പോയിട്ട് എന്താണെന്ന് പറഞ്ഞാൽ പുതിയ പുതിയ ഇലകൾ വരും കേട്ടോ. തണുപ്പിന് ഇലകളൊന്നും വരില്ല, ഇലകളെല്ലാം കണ്ട ഒരു ഉണങ്ങിയ മാതിരി. ഇനി തണുപ്പ് പോയിട്ടാകുമ്പോൾ നല്ല പുതിയ പുതിയ ഇലകൾ വന്നിട്ട് ആ പൂവെല്ലാം പോവും. ഇപ്പം നല്ല വെളുത്ത നിറച്ച് പൂക്കളുണ്ട്, മണമൊന്നുമില്ല, പക്ഷെ കാണാൻ നല്ല രസമുണ്ട് കണ്ട. അടിപൊളിയല്ലേ? ഇതിങ്ങനെ തണുപ്പിന് ഇടയ്ക്കിടെ ഇങ്ങനെ നിറച്ചുണ്ടാവും പൂക്കൾ. നമ്മളെ നാട്ടിലെ കടലാസ് പൂവല്ലേ, അതേലും പോലെ ഉണ്ട് കാണാനല്ലേ. അപ്പം നമുക്കങ്ങനെ കേക്ക് ഉണ്ടാക്കാൻ നോക്കണ്ടേ. ഞാനിവിടെ ഒരു വലിയ ഓറഞ്ച് എടുത്തിട്ട് അതിൻ്റെ ജ്യൂസ് ഒരു പാത്രത്തിലാക്കുന്നുണ്ട്. ഒരു വലിയ ഓറഞ്ചാണ് കേട്ടോ. ഈ ഓറഞ്ചിൻ്റെ ജ്യൂസിൽ നമുക്ക് എന്താക്കാം, ഒരു ചെറിയ ഗവൻ്റെ കപ്പിൽ പിന്നെ ഒരു കപ്പ്, ഓരോ കപ്പ് നമ്മൾ വീട്ടിലുള്ള മുന്തിരിങ്ങ, ഉണക്ക മുന്തിരിങ്ങ ഇട്ട് കൊടുക്കുക. ഞാനിവിടെ ആ കറുത്ത മുന്തിരിങ്ങയും പിന്നെ ഉണക്ക മുന്തിരിങ്ങയില്ലേ, പിന്നെ ഒരു യെല്ലോ മുന്തിരിങ്ങ ഉണ്ടാകുന്നില്ലേ നീളമുള്ള, അതും കൂടെ ഇതിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ ഓറഞ്ച് ജ്യൂസിൽ. ഓരോ കപ്പ് ഇത്. പിന്നെ ഒരു സ്ട്രോബെറി കുറച്ച്, അതും ഒരു കപ്പ് തന്നെയാണ്. സ്ട്രോബെറി ചെറുതായി കട്ട് ചെയ്തിട്ട് അതും കൂടെ ഇതിലിട്ട് കൊടുത്തിട്ട് നമുക്ക് എന്താക്കാം, അരമണിക്കൂർ ഇത് സോക്ക് ചെയ്യാൻ അങ്ങോട്ട് അടച്ചിട്ട് അങ്ങോട്ട് മാറ്റി വെക്കാം. 2 തരം മുന്തിരിങ്ങ ഈ സ്ട്രോബെറിയാണ് ഞാൻ കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നത്. ഉപകാരം ചെയ്യും. അത് നമുക്ക് ഓരോ കപ്പ് ജ്യൂസിൽ ഇട്ടതിന് ശേഷം അങ്ങോട്ട് അടച്ച് മാറ്റി വെച്ചില്ല. പിന്നെ വേണ്ടത് നമുക്ക് ആ ഒരു കപ്പിന് തന്നെ 2 കപ്പ് അളവിൽ ഈന്തപ്പഴം കുരു കളഞ്ഞ് കട്ട് ചെയ്തതാണ്. എല്ലാം നമ്മൾ മുന്തിരിങ്ങയെല്ലാം ഓരോ കപ്പ് എടുത്തിട്ടുള്ളതെങ്കിൽ ഇത് 2 കപ്പ് എടുക്കുന്നുണ്ട്. കാരണം നമ്മൾ ഷുഗർ ആഡ് ചെയ്യുന്നില്ലല്ലോ, അപ്പം നല്ല മധുരം ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. ഈ ഈന്തപ്പഴത്തിൽ 1/4 കപ്പോളം തിളച്ച പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒഴിച്ചിട്ട് അടച്ച് വെച്ചാൽ എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഇത് സോക്കായി കിട്ടും, മിക്സിയിലിട്ട് അടിക്കാൻ വേണ്ടിയിട്ട് ഉള്ള പാകത്തിന്. അങ്ങനെ നമുക്ക് അതും കൂടി അങ്ങോട്ട് അടച്ച് വെക്കാം. പിന്നെ ഞാനൊരു മിക്സിൻ്റെ ജാറിൽ ഒരു 250 ml കപ്പിൽ 1 കപ്പ് മുട്ട എടുത്തിട്ടുണ്ട്. മുട്ട മിക്സിൻ്റെ ജാറിൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ അടച്ച് വെച്ച ഈന്തപ്പഴവും പാലും
അതിലൊഴിച്ച് കൊടുക്കുക. അത് നന്നായി അടിച്ചെടുക്കുക. പിന്നെ വേണ്ടത് ഒരു 200 ഗ്രാം ബട്ടറാണ്. അതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കുക. അങ്ങനെ നമ്മൾ മിക്സ് ഒരു പാത്രത്തിൽ ഒഴിച്ചു കൊടുക്കുക. ഈന്തപ്പഴവും മുട്ടയും പാലും നന്നായി അടിച്ചെടുക്കണേ. അത് നമുക്കൊരു പാത്രത്തിൽ ഒഴിച്ചു കൊടുക്കുക. നമ്മൾ നേരത്തെ സോക്ക് ചെയ്യാൻ വെച്ചില്ല ഓറഞ്ച് ജ്യൂസിൽ ഫ്രൂട്ട്, ആ ഫ്രൂട്ടിൽ ഞാൻ 1 ടീസ്പൂണ് മൈദ ഇട്ടിട്ട് ഒന്ന് കുഴച്ച് കൊടുക്കുന്നുണ്ട്. എന്നാൽ നമ്മൾ ആ കേക്കിൻ്റെ ബാറ്ററിൽ ഇട്ട് കൊടുത്താൽ അങ്ങ് താഴ്ന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഉപകാരം ചെയ്യും. അതിൽ തന്നെ ഒരു ചെറിയ കപ്പ് നട്ട്സും കൂടെ ഞാൻ പൊടിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ബദാം, അണ്ടിപ്പരിപ്പ്, അങ്ങനെയുള്ള നട്ട്സെല്ലാം. അതൊന്ന് മിക്സ് ചെയ്യുക. പിന്നെ വേണ്ടത് നമ്മൾ മുട്ട എടുത്തില്ലേ, ആ കപ്പിൽ 1 കപ്പ് ഫുള്ള് മൈദപ്പൊടിയും നേരത്തെ നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ച ബട്ടറും കൂടെ നമുക്ക് എന്താക്കുക, ഈ മുട്ടൻ്റെ ബാറ്ററിലിട്ട് കുറച്ചായിട്ട് നന്നായി മിക്സ് ചെയ്യുക. ആദ്യം മൈദപ്പൊടി ഇട്ട് കൊടുക്കുക, പിന്നെ നമ്മൾ ബട്ടർ മെൽറ്റ് ചെയ്തത് ഒഴിച്ച് കൊടുക്കുക. ഇങ്ങനെ രണ്ടും കുറച്ചായിട്ട് ഇട്ടിട്ട് നമുക്ക് എന്താക്കുക, നന്നായി മിക്സ് ചെയ്യുക. രണ്ടും ഒന്നിച്ച് തന്നെ അങ്ങ് ഫുള്ള് തട്ടി കൊടുക്കാൻ പാടില്ല കേട്ടോ. ഇതുപോലെ കുറച്ചായിട്ട് ഒഴിച്ചിട്ട് നന്നായി മിക്സ് ചെയ്യുക. ഉപകാരം ചെയ്യും. ഉപകാരം ചെയ്യും. പിന്നെ നമുക്ക് വേണ്ടത് വാനില എസൻസോ അല്ലെങ്കിൽ ഏലക്കപ്പൊടിയോ ഒന്ന്. ഞാൻ ഇവിടെ ഏലക്കപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങളടുത്ത് വാനില എസൻസ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ അത് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. പിന്നെ നമുക്കൊരു കേക്ക് ഇടേണ്ട ഒരു പാത്രം ചൂടായിട്ട് അതിൽ ബട്ടർ ഇട്ടിട്ട് നമുക്ക് ഈ ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. ഈ ബാറ്ററിൽ തന്നെ നല്ല കട്ടിയുള്ളതായതുകൊണ്ട് തന്നെ നമുക്ക് ആ ഫ്രൂട്ട് അതിൻ്റെ കൂടെ നട്ട്സും ഫ്രൂട്ടും ഇല്ല നേരത്തെ സോക്ക് ചെയ്ത് വെച്ചാൽ അത് നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ ഒന്നിട്ട് ഇളക്കിയതിന് ശേഷം ഇട്ട് കൊടുക്കുമായിരുന്നു. പക്ഷെ ഞാൻ മറന്നുപോയതുകൊണ്ട് ഇതിൻ്റെ മേലെ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൻ്റെ ആദ്യം തന്നെ കേക്ക് ബാറ്ററിൻ്റെ കൂടെ തന്നെ ഒന്ന് ഇട്ട് മിക്സ് ചെയ്യാം. എന്നാൽ താഴ്ന്നു പോകില്ല കേട്ടോ. പൊടി മിക്സ് ചെയ്തുകൊണ്ട് ഞാൻ ഒരു ടീസ്പൂൺ പൊടിയും കൂടെ അതിൻ്റെ ആ ഫ്രൂട്ടിൻ്റെ ഒക്കെ ഇട്ട് കുഴച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ താഴ്ന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്തത്. പിന്നെ എന്താക്കുകയെന്ന് പറഞ്ഞാൽ ഈ മുട്ട ബാറ്ററിൻ്റെ കൂടെ ഈ ഫ്രൂട്ട് ഇട്ട് കൊടുക്കാൻ വിട്ടുപോയി കേട്ടോ. അങ്ങനെ നമ്മൾ ഓവൻ പ്രീ ഹീറ്റ് ചെയ്തതിന് ശേഷം
180°C 20 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. ഇങ്ങനെ നമ്മൾ അടിപൊളി ഷുഗർ ഫ്രീ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾ ഫ്രണ്ട്സിനെല്ലാം ഒന്ന് ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. പിന്നെ ഇത് ഞാൻ കബ്സ് കഴിക്കുന്നതെന്ന് കേട്ടാ, ഞാൻ ഉണ്ടാക്കിയതാണ് ഈ അടിപൊളി കബ്സ്. ഇതിൻ്റെ റെസിപ്പിയൊന്നും ഞാൻ വീഡിയോ ചെയ്തിട്ടില്ല. അപ്പം ഇനി ഇതുപോലത്തെ അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്. താങ്ക് യു ഫോർ വാച്ചിങ്. വീഡിയോ ഫുള്ള് സ്കിപ്പ് ചെയ്യാതെ കാണണേ പ്ലീസ്. ഉപകാരം ചെയ്യും. ഉപകാരം ചെയ്യും.